കോഴിക്കോട് കൂടരഞ്ഞിയിലെ കൊലപാതകത്തിൽ രേഖാചിത്രം തയ്യാറാക്കി പോലീസ്. 39 വർഷങ്ങൾക്ക് മുൻപാണ് കൊലപാതകം നടന്നത്. മരിച്ചയാളുടെ രേഖാചിത്രമാണ് തയ്യാറാക്കിയത്. ഈ വാർത്തയുള്ള വിവരങ്ങളുമായി ദിഷ്ണ സുരേഷ് ചേരുന്നു. ദിഷ്ണ, പറയൂ. 9 വർഷം മുമ്പ് രണ്ടുപേരെ കൊലപ്പെടുത്തിയെന്ന വെളിപ്പെടുത്തലുമായാണ് വേങ്ങര സ്വദേശി മുഹമ്മദ് അലി എന്ന ആന്റണി രംഗത്ത് വന്നിരുന്നത്. ഒരു കേസ് തിരുവമ്പാടി പോലീസിന്റെ പരിധിയിലും ഒന്ന് ടൗൺ പോലീസ് പരിധിയിലുമാണ് വരുന്നത്. ഇതിൽ പ്രധാനമായും തിരുവമ്പാടി പോലീസാണ് ഇപ്പോൾ കൂടരഞ്ഞിയിലെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ജുഡീഷ്യൽ കസ്റ്റഡിയിലായിരുന്ന ഈ മുഹമ്മദ് അലിയെ 3 ദിവസത്തേക്ക് കസ്റ്റഡിയിൽ വാങ്ങി രേഖാചിത്രം തയ്യാറാക്കിയിരിക്കുന്നത്. അതിൽ 80% താൻ കൊലപ്പെടുത്തിയ ആളുടെ രേഖാചിത്രവുമായി ബന്ധമുണ്ടെന്നാണ് ഇപ്പോൾ മുഹമ്മദ് അലി വെളിപ്പെടുത്തിയിരിക്കുന്നത്. ആദ്യം ഈ കൊല്ലപ്പെട്ട ആൾ എവിടെ എന്നത് കണ്ടെത്താൻ കൊല്ലപ്പെട്ട ആൾ ആരാണ് എന്നതാണ് പോലീസിനെ കുഴക്കിയിരുന്നത്. ആദ്യം കണ്ണൂർ സ്വദേശിയാണെന്നും പിന്നീട് പാലക്കാട് സ്വദേശിയാണെന്ന അടിസ്ഥാനത്തിൽ അന്വേഷണം ഊർജിതമാക്കിയിരുന്നു. എന്തായാലും ഈ രേഖാചിത്രവുമായി ബന്ധപ്പെട്ട് കൂടുതൽ അന്വേഷണത്തിലേക്ക് പോലീസ് കടന്നിരിക്കുകയാണ്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് രണ്ടാമതായി പറയേണ്ടത്, ഈ മുഹമ്മദ് അലിക്ക് മാനസിക പ്രശ്നങ്ങൾ ഉള്ളതായി ബന്ധുക്കൾ സൂചിപ്പിച്ചിരുന്നു. പക്ഷേ പോലീസിന്റെ കണ്ടെത്തലിൽ വിഷാദ രോഗത്തിന് ഇയാൾ മരുന്ന് എടുത്തിരുന്നെങ്കിലും മറ്റ് മാനസിക പ്രശ്നങ്ങൾ ഇല്ല എന്നൊരു കണ്ടെത്തലിൽ തന്നെയാണ് പോലീസ് എത്തിയിരിക്കുന്നത്. എന്തായാലും ഇപ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ട് രേഖാചിത്രം തയ്യാറാക്കി ഇനി ഈ കൊല്ലപ്പെട്ട ആളെ പറ്റി അല്ലെങ്കിൽ ഇത് തന്നെയാണോ എന്നത് സംബന്ധിച്ച് സ്ഥിരീകരണം ഉണ്ടാവണം. അതോടൊപ്പം തന്നെ ഈ ബീച്ചിൽ വെച്ച് ഒരാളെ കൊലപ്പെടുത്തി എന്നൊരു വെളിപ്പെടുത്തലുണ്ട്. അത് സംബന്ധിച്ചും ടൗൺ പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ്. എന്തായാലും ഇനി ഈ രേഖാചിത്രവുമായി ബന്ധപ്പെട്ടായിരിക്കും കൂടുതൽ അന്വേഷണം ഉണ്ടാവുക എന്ന് തന്നെയാണ് നമുക്കറിയാൻ സാധിച്ചത്. എന്തായാലും മുഹമ്മദ് അലി സംബന്ധിച്ചിട്ടുണ്ട് താൻ കൊലപ്പെടുത്തിയ ആൾ ഈ രേഖാചിത്രത്തിൽ കാണുന്ന ആളുമായി 80%-ലധികം സാമ്യമുണ്ടെന്ന വെളിപ്പെടുത്തൽ തന്നെയാണ് ഇപ്പോൾ മുഹമ്മദ് അലി നടത്തിയിരിക്കുന്നത്. ഗൗതം.